ഹലോ ഡിയേഴ്സ്, ഒരു ലൈംഗികത ഏറ്റവും മനോഹരവും മാത്രമല്ല ഏറ്റവും സുഖകരമായിട്ട് മാറ്റണമെങ്കിൽ ഏറ്റവും നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഭാഗം എന്താണെന്ന് വെച്ചാൽ ഫോർ പ്ലേയിലാണ് അല്ലേ. വളരെ സെക്സി ആയിട്ടുള്ള ഒരു ഫോർ പ്ലേക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ടിപ്സ് എന്തൊക്കെയാണ്, ഇന്നത്തെ വീഡിയോ നമ്മൾ ഇതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതിനു മുമ്പേ നിങ്ങൾ പോണ പോലെയുള്ള വീഡിയോസൊക്കെ കണ്ടിട്ട് ഭയങ്കര അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണോ, അതില്ലാണ്ട് പറ്റില്ല, അതില്ലാണ്ട് എനിക്ക് രതിമൂർച്ചയിലെത്താൻ പറ്റില്ല, അങ്ങനെ ഭയങ്കരമായിട്ട് കുഴപ്പുന്ന ആൾക്കാരൊക്കെ ആണോ, അതിൽ പെട്ടുപോയിട്ടുള്ള ആൾക്കാരാണോ എങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ വരുമരായികളെ പറ്റിയിട്ടും ഫോണിൽ ഭയങ്കരമായിട്ട് അഡിക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംഭവിക്കാവുന്ന മാനസിക ശാരീരികമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ വരുന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ടും അതിൽ നിന്ന് എങ്ങനെയൊക്കെ റിക്കവർ ചെയ്യാമെന്നൊക്കെ നിങ്ങളെ സഹായിക്കുന്ന ഒരു ഓഡിയോ ബുക്ക് കുക്കു എഫ്എമ്മിലുണ്ട്. യുവർ ബ്രെയിൻ ഓൺ ബോൺ എന്നാണ് ഈ ഓഡിയോ ബുക്കിൻ്റെ പേര് കേട്ടോ. ഇതേപോലെ ഒരുപാട് ഓഡിയോ ബുക്സ് ഉണ്ട്. അതോടെ നിങ്ങൾക്ക് ഈ റിപ്പബ്ലിക് ഡേ പ്രമാണിച്ച് 60% ഓഫറായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത്. വെറും 39 രൂപയ്ക്കാണ് കേട്ടോ കേൾക്കാൻ പറ്റുന്നത്. ഇത് ജനുവരി 31 വരെ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഓഫർ. ഇപ്പോൾ ഒരു ബുക്കിൻ്റെ പൈസ പോലും വരുന്നില്ല, നിങ്ങൾക്ക് ഒരുപാട് ഓഡിയോ ബുക്സ് കേൾക്കാൻ വേണ്ടിയിട്ട് ഇതിൽ പറ്റും. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇന്ത്യ 60 എന്ന് പറഞ്ഞിട്ടുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻ്റായിട്ട് കൊടുത്തിരിക്കുന്ന ലിങ്കിലൂടെ കയറി നിങ്ങൾ കുക്കു എഫ്എം സബ്സ്ക്രൈബ് ചെയ്യുകയാണ് വേണ്ടത്. ഈ വെറും 39 രൂപയ്ക്ക് ഒരുപാട് ബുക്സ്, വളരെ പ്രശസ്തമായിട്ടുള്ള വാല്യുബിൾ ആയിട്ടുള്ള ബുക്സ് നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, മറ്റ് ജോലികൾ ചെയ്തുകൊണ്ട് തന്നെ ഉടനെ സബ്സ്ക്രിപ്ഷൻ എടുക്കും കേട്ടോ. നമുക്ക് ഫോർ പ്ലേക്ക് അത്യാവശ്യം വേണ്ടിയിട്ടുള്ള ടിപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വേണ്ടത് ക്ലിയർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് വേണ്ടത്. ആദ്യം അവരുടെ ഫാൻറ്റസീസ് ഒക്കെ എന്തൊക്കെയാണ്, അവർക്ക് ഏത് രീതിയിൽ എങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഇഷ്ടം, അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കാളികൾ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. അതിലെല്ലാം പറയാം, നിങ്ങൾക്ക് എവിടെ തൊടുമ്പോഴാണ് കൂടുതൽ സുഖം കിട്ടുന്നത്, എങ്ങനെയൊക്കെ തൊടുമ്പോഴാണ് സുഖം കിട്ടുന്നത്, ഇതൊക്കെ നിങ്ങൾക്ക് ആ സമയത്ത് സംസാരിക്കാവുന്ന. ഇത് ഫസ്റ്റ് അറിഞ്ഞിരിക്കണം. ഓക്കെ, പിന്നെ വേണ്ടത് ഈ ഫോർ പ്ലേ എന്ന് പറയുന്നത് ബെഡ്റൂമിൽ തന്നെ തുടങ്ങേണ്ട ഒന്നായിട്ടല്ല. ഇതിൽ നമ്മളിപ്പം വീട്ടിലൊക്കെ ആണെങ്കിലോ റൊമാൻറ്റിക് ആയിട്ടുള്ള നോട്ടോ ചിരിയോ ഒരു ഹഗ്ഗോ ഒക്കെ ഇതിൽ പെടുന്നതാണ്. അതായത് ബെഡ്റൂമിൽ എത്തുന്നതിന് മുൻപേ നിങ്ങൾക്ക് ഇത് തുടങ്ങാവുന്നതാണ്. അപ്പോൾ കൂടുതൽ എഫക്റ്റീവ് ആയിരിക്കും. അല്ലാണ്ട് ബെഡ്റൂമിന് പുറത്ത് വേറൊരാൾ, ബെഡ്റൂമിനകത്ത് വേറൊരാൾ, അതൊരു റിയൽ ആയിട്ടുള്ള ഫേസ് ആയിട്ട് തോന്നിയെന്ന് വരത്തില്ല. അടുത്ത മസാജാണ്. അവർക്ക് ഉത്തേജനം കിട്ടുന്ന അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഭാഗങ്ങളിലൊക്കെ മസാജ് ചെയ്യുക എന്നുള്ളത്. സുഗന്ധദ്രവ്യങ്ങളൊക്കെ ഇട്ടുള്ള ഓയിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള മസാജ് ആണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും. അത് കഴിഞ്ഞ് നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ഹോട്ടായിട്ടുള്ള ഒരു കുളിയാവാം. ഓക്കെ, അതിൽ ഒരുപാട് ഇപ്പം സ്കിൻ ടു സ്കിൻ ടച്ച് വരുമ്പോഴും അതുപോലെ നല്ലൊരു കൂളായിട്ടുള്ള ഒരു സമയത്തൊക്കെ കൂടെ നല്ല റൊമാൻറ്റിക് ആകാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, പിന്നെ ഉമ്മ തന്നെ നിങ്ങൾ അവർക്ക് ഇഷ്ടമുള്ള ഭാഗങ്ങളിൽ, അതുപോലെ നിങ്ങളുടെ ചുണ്ട്, നാവ്, പല്ല് കൊണ്ടൊക്കെ അവർക്ക് ഇഷ്ടമുള്ള രീതി, ആദ്യത്തെ കമ്മ്യൂണിക്കേഷൻ ഓർമ്മയുണ്ടല്ലോ, അതനുസരിച്ച് അവർക്കത് ചെയ്തു കൊടുക്കാവുന്നതാണ്. പിന്നെ കുറച്ച് ഡേർട്ടി ആയിട്ടുള്ള വർത്താനം, അതിൽ നിങ്ങൾക്ക് എന്തും പറയാം. അവരെ എത്രമാത്രം ഇഷ്ടമാണെന്നുള്ള രീതി സംസാരിക്കാം, അവർക്ക് നിങ്ങളെ എത്രമാത്രം ആവശ്യമാണെന്നുള്ള രീതി സംസാരിക്കാം. എല്ലാം സത്യമായിരിക്കണം കേട്ടോ, ഉള്ളിൽ നിന്ന് വരുന്നതായിരിക്കണം. അവരെത്രമാത്രം ഭംഗിയുള്ളതാണെന്നും അവരിൽ നിന്ന് എന്തൊക്കെ ആഗ്രഹിക്കുന്നതെന്നുള്ളത്, ഐ നീഡ് യു, ഐ കാൺ ലീവ് വിത്തൗട്ട് യു, ഇങ്ങനെയൊക്കെ ശരിക്കും ഉള്ളിൽ നിന്ന് പറഞ്ഞേ. അത്ര സ്നേഹമുള്ളവരടുത്തൊക്കെ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ നിങ്ങളുടെ യഥാർത്ഥമായ നിങ്ങളുടെ ഒരു പങ്കാളിയോട് വളരെ നന്നായിട്ട് ആ സമയത്ത് കുറച്ച് ഡേർട്ടി ആയിട്ട് നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ്. വളരെ സ്നേഹപരമായിട്ട് അവർക്ക് മനസ്സിൽ തട്ടുന്ന വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാവുന്നതാണ്. കൂടുതൽ സ്നേഹം ഒഴുകാൻ വേണ്ടി ഇതൊക്കെ സഹായിക്കും. പിന്നെ വിരലുകളൊക്കെ ഉപയോഗിച്ച് റബ്ബ് ചെയ്യുന്നത്, അവർക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലൊക്കെ റബ്ബ് ചെയ്ത് കൊടുക്കുന്നത്, അത് ആണിനാണ് പെണ്ണാണ്, ഇത് ഒരാൾക്ക് വേണ്ടി മാത്രം ചെയ്ത് കൊടുക്കുന്ന കാര്യമല്ല കേട്ടോ പറഞ്ഞാൽ, രണ്ടുപേരും മ്യൂച്വലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. നല്ലതായിരിക്കും. അതുപോലെ ലിക്ക് ചെയ്യുന്നത്, നക്കുന്നത്, തല മുതൽ കാല് വരെ അവർക്ക് ഏറ്റവും നന്നായിട്ട് ഏറ്റവും നല്ല രീതിയിൽ ഉത്തേജനം കിട്ടുന്ന ഭാഗങ്ങളിലേക്ക് കൂടുതൽ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. അതുപോലെ ചെറിയ കടികൾ, ഇപ്പം ചുണ്ടിലാണെങ്കിലോ ചെവിയിലാണെങ്കിലോ കഴുത്തിലാണെങ്കിലോ സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിലോ ചെറിയ ചെറിയ കടികൾ അവർക്ക് കൂടുതൽ ഉത്തേജനമൊക്കെ നൽകാൻ വേണ്ടി സഹായിക്കും രണ്ടുപേർക്കും. അതുപോലെ ഓർലിയൊക്കെ ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാം. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ സ്വകാര്യ ഭാഗങ്ങളൊക്കെ ഉത്തേജിപ്പിച്ച് നൽകാം ഓർലിയൊക്കെ. ഓക്കെ, അപ്പോൾ ഏറ്റവും പെട്ടെന്ന് അവരൊരു രതിമൂർച്ചയിൽ എത്തിച്ചേരുക എന്നുള്ളതല്ല, വളരെ സമയമെടുത്ത് എൻജോയ് ചെയ്ത് വളരെയധികം നന്നായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്ത് ഏറ്റവും നല്ല പീക്ക് ലെവലിൽ ആസ്വദിക്കേണ്ടതാണ് ലൈംഗികത. അല്ലാണ്ട് ഒരു ക്ലൈമാക്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടമായിട്ട് മാറരുത്.
താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് എ ന്യൂ ടോപ്പിക്. ബൈ.